അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും കേട്ടോ. ആരെയും ഞാൻ മറക്കൂല. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഏതൊരു വിഷമത്തിലാണെങ്കിലും സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കുക. നമുക്ക് കഴിയണ സ്വലാത്ത് നമ്മൾ വീട്ടമ്മമാരാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുപാട് ചുറ്റുപാടുകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ വക വെക്കാതെ നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ നമ്മളെ വാക്ക് കൊണ്ടൊക്കെ നമ്മൾ കുത്തി നോവിപ്പിക്കും. നമുക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളൊരു പാവപ്പെട്ടവരായതുകൊണ്ട്, പാവപ്പെട്ടവർ പറഞ്ഞാൽ ആർക്കും ഒന്നിനും പറ്റാത്തൊരാളില്ലേ, താഴ്ന്നവരിൽപ്പെട്ടവരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, ആരും നമ്മളെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചിലപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയ, ചിലപ്പോൾ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് നല്ല സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുപോയാൽ അവിടെ ഇളച്ചി മൂത്തച്ചി അങ്ങനെ മരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് കുത്തുവാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരും. എന്നാൽ അൽഹംദുലില്ലാ അങ്ങനെയൊന്നും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഉള്ളവരാണ് അധികം ഉള്ളവരും. കാരണം എങ്ങനെങ്കിലും വാക്കാലൊക്കെ എങ്ങനെങ്കിലും കുത്തി നോവിപ്പിച്ചിട്ടുള്ളവരാണ്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മൂത്തച്ചി പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഇളച്ചി സമ്പന്ന കുടുംബത്തിൽ നിന്നും ആണെന്നുണ്ടെങ്കിൽ ആ മൂത്തച്ചിനെ മൂത്തച്ചിക്ക് ഉള്ള പരിമിതികളൊക്കെ നികത്തിയിട്ടാവും ഇളച്ചിനെ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണുണ്ടോ. അപ്പോൾ ഇതുപോലത്തുള്ള ചിലവരൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ സങ്കടപ്പെടുത്താം, നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ തരം താഴ്ത്താന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എല്ലാവർക്കും അവരവർ മുന്തി നിൽക്കണം, അവർക്ക് നമ്മളെക്കാൾ നല്ല ഒരു ഇത് വേണമെന്നുള്ളവരാണ്. പക്ഷെ നമ്മൾ പാവപ്പെട്ടവർക്ക് നമുക്കൊന്നും കഴിയാത്തവരാണ്. ആ കുടുംബം അങ്ങനെയാണ്, ഈ കുടുംബം ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ അവസ്ഥ നമുക്ക് മാത്രമുള്ളല്ലോ അറിയാം. എന്തൊക്കെ യാതനകളാണ്, ദുരിതങ്ങളാണ് ഒക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല, നിങ്ങളെ കാര്യങ്ങൾ എനിക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ, ഇപ്പോൾ ഒരു വീടാണെങ്കിലും ആ വീട്ടിൽ നമ്മൾ ഇടപെട്ട് ജീവിക്കുമ്പോഴുള്ളൂ നമുക്ക് ആ വീട്ടിലെ അവസ്ഥകളെ കുറിച്ചിട്ട് അറിയുള്ളൂ. അല്ലാതെ പുറമെ നമ്മൾ നോക്കി കാണുന്നതല്ല ജീവിതം. നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ളൂ നമുക്ക് ആ വീട്ടുകാരെങ്ങനെയാണെന്നോ ആ വീട്ടിലുള്ളവരെങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവിടുത്തെ ചിട്ടകൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾ പറഞ്ഞുമേ നമുക്കൊരിക്കലും അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്തൊരു പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഇടങ്ങേറാണെങ്കിലും ഒരു ഉദ്ദേശം ഒരു ആഗ്രഹങ്ങളൊക്കെ നിറവേറണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സ്വലാത്തിനെ ധാരാളം അധികരിപ്പിക്കുക. എത്രത്തോളം സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയുന്നുവോ അത്രത്തോളം സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ നമ്മൾ വീട്ടിൽ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ യൂട്യൂബിൽ സ്വലാത്ത് ലിങ്ക് ഉണ്ടാവും. അത് സ്വലാത്ത് അടിച്ചു നോക്കിയാൽ തന്നെ സ്വലാത്ത് ചൊല്ലണത് വരും. അപ്പോൾ നമ്മൾ ആ സ്വലാത്ത് ഓൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. അപ്പോൾ ഒരു നിശ്ചിത എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇന്ന ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസമൊക്കെ ആകുമ്പോൾ ഉത്തരക്ക് ഇജാബത്തുള്ള ദിവസങ്ങളുമാണ്. എല്ലാ ദിവസത്തിലും ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ എല്ലാ സമയത്തും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരുക തന്നെ ചെയ്യും. ആരും നിരാശപ്പെടേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ അടുത്തുണ്ടായ ഒരു അനുഭവമാണ്. കാരണം നമ്മളത്രക്കും പൈസക്ക് വേണ്ടി പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ തരല്ലേ റബ്ബി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലിരുന്ന് കാണ്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യുക എന്നുള്ളത് ഫോണിലൊക്കെ നോക്കിയിട്ട് കണ്ടതാണ്, യൂട്യൂബിൽ വീഡിയോസ് ഇടൽ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മോണിറ്റൈസ് 4000 വാച്ച് അവറായി മോണിറ്റൈസിന് കൊടുത്തപ്പോൾ അപ്പോൾ 1000 സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ടോ. അങ്ങനെ കൊടുത്തപ്പോൾ പഠിച്ചവൻ എന്നെ പരീക്ഷിച്ചു. രണ്ടാമത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് റബ്ബ് എനിക്ക് അതിനുള്ള ഉത്തരം തന്നത്. അപ്പോൾ ആദ്യം റബ്ബ് നിരസിച്ചു, പിന്നെ തന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ കരുതിയിരിക്കണമെങ്കിൽ തരിക തന്നെ ചെയ്യും. അവൻ നമ്മളെ നമുക്ക് ഇപ്പോൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും നമ്മളെ കയറ്റണം എന്ന് റബ്ബ് വിചാരിച്ചു കഴിഞ്ഞാൽ കയറ്റുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. അതിനുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഇനി വരും വീഡിയോയിൽ വരണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണോ, എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇനി മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാ എന്നെക്കൊണ്ട് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റം വരുത്തും. കാരണം എനിക്ക് എങ്ങനെ വീഡിയോ ഇടാമെന്നോ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നോ ഒന്നും കൃത്യമായിട്ട് വലിയ ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വീട്ടമ്മയാണ്. വീട്ടിലിരുന്ന് കണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗങ്ങളില്ല. പിന്നെ അതുമല്ല കേട്ടോ, പിന്നെ ഇത് എൻ്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ ആമീൻ റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം എന്നെ പോലെ യൂട്യൂബിൽ തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവർ, കാരണം നമുക്ക് പൈസ, കാരണം നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയേൻ്റെ മുന്നിലേക്ക് വരുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. പക്ഷെ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ ഇവിടെ എത്തിക്കുക. അപ്പോൾ ഇതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് എനിക്കറിയുന്ന അറിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റീയൂസ് ഇട്ട് കണ്ടൻറ്റ് കിട്ടി അപ്പിൽ വീഡിയോ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. എനിക്കറിയണതാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. കാരണം നമുക്ക് ആരും 10 പൈസ തരൂല. നമുക്ക് നമ്മൾ തന്നെ അധ്വാനിക്കണം. മൻജദ്ദ വജദ, പരിശ്രമിച്ചാൽ വിജയമുണ്ട്. അപ്പോൾ ആരുടെ കയ്യിലും കൈ നീട്ടാതെ നമുക്ക് തന്നെ നമ്മളെ കാര്യങ്ങൾക്ക്, കാരണം ഈ ലോണിൻ്റെയും കടങ്ങളൊക്കെ വീടാനൊക്കെ ആ സമയം ഇതൊക്കെ വരുമ്പോൾ ഒരു നെട്ടോട്ടമുണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ നമ്മൾ വാടക വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ആ വാടകൻ്റെ പൈസ കൊടുക്കേണ്ട ദിവസം വരുമ്പോൾ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ വീട്ടിലെ ചിലവുകൾ, അങ്ങനെ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കേണ്ടത് വരുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അങ്ങനെ അനുഭവിച്ചവർക്ക് അതിന് പൈസ ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഇടങ്ങേറാവുമ്പോൾ നമുക്ക് ആരും തരില്ല. നമ്മൾ ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന ഉള്ളൂ. അപ്പോൾ ഈ ദിവസത്തിൻ്റെയും മാസത്തിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിൽ നിന്നും ഏതാനും ചിലതാണെന്ന് പറഞ്ഞത്. അങ്ങനെ വരും ദിനങ്ങളിൽ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അത് ഞാൻ വീഡിയോയിൽ ചെയ്യണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അത് പ്രചോദനമാവട്ടെ. കാരണം ഇങ്ങനത്തെ ഇസ്ലാമിക് അറിവ് നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അത് നമ്മൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫലം ഉണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്രക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി
നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക, എന്തായാലും അതിന് ഉത്തരമുണ്ട്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.